Good afternoon. Good Good afternoon. afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Sound ma'am. കേൾക്കുന്നുണ്ടോ? Good afternoon. Good afternoon, Miss. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon. ജയശ്രീ കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെ പോയിരുന്നു? പക്ഷേ 2 പ്രാവശ്യം ഇതേപോലെ തന്നെ എറണാകുളത്ത് പോകാനുണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറച്ച് ബുദ്ധിമുട്ടിലാണ് മിസ്. അതായത് ഇപ്പോഴും ചെറുതായിട്ടൊരു പനിയാണ്. അതായത് എന്താന്ന് പറഞ്ഞാൽ BP-യുടെ കുറച്ച് പ്രശ്നം വന്നു. BP ഹൈ ആയി. പിന്നെ ഷുഗറും അതേപോലെ തന്നെ എല്ലാം ഒരേ ലെവലിൽ വന്നു. ഷുഗറും ലെവലും വ്യത്യാസം വന്നു. പിന്നെ HB കുറഞ്ഞു പോയി. HB 6-ലായിരുന്നു ഉണ്ടായിരുന്നെ. അപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികളുടെ കാരണം പിന്നെ ഇതേപോലെ വിട്ട് അവിടെ നിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒപ്പം ബൈസ്റ്റാൻഡർ നിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് നിക്കാനേ. അപ്പൊ അങ്ങനെ ഇപ്പൊ കുറവുണ്ട് മിസ്. ഇപ്പൊ എന്തോ ഇതിന്റെ ക്ലൈമറ്റിന്റെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഗുളികയും താങ്ങുന്നില്ല. കഴിച്ചു കഴിഞ്ഞാല് ലോ ആയി പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ. BP ഗുളിക. മിസ്സിനെ മിസ് ചെയ്തു ശരിക്കും. എല്ലാരും പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തു എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് മിസ്. എങ്ങനെയുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി? എങ്ങനെയുണ്ടായിരുന്നു ഓ ആനിവേഴ്സറി? എങ്ങനെയുണ്ടായിരുന്നു ആനിവേഴ്സറി? കുഴപ്പമുണ്ടായില്ല മിസ്. അത് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. കുട്ടികൾക്ക് മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കേക്ക്, അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മിസ്. പിന്നെ ഹസ്ബൻഡ് അന്ന് ഞങ്ങളില്ലാഞ്ഞത് വിളക്ക് എടുക്കാനായിട്ട് പോവാനുണ്ടായിരുന്നു ഹസ്ബൻഡിന് സിൽവറിന്റെ. അപ്പൊ അങ്ങനെ പോയപ്പോ അല്ല പർച്ചേസിങ്, അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല മിസ്. പോയോ കറക്റ്റ് ബുധനാഴ്ച ദിവസമാണ് വന്നത് മിസ്. അതുകൊണ്ടാണ് അന്ന് മിസ്സായി പോയെ. അതുകൊണ്ട് ഗെയിം മിസ്സായി പോയി. ഭയങ്കര വിഷമമായി. റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നോ? റെക്കോർഡ് ക്ലാസ് കണ്ടു മിസ്. പക്ഷെ മിസ് എല്ലാവരുടെയും വീഡിയോ കാണത്തില്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് വീഡിയോ എല്ലാവരുടെയും കാണത്തില്ലായിരുന്നു. വീഡിയോ കാണില്ലായിരുന്നു മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ചെയ്തോളൂ കേട്ടോ. മിസ് പ്രയർ ഞാനാണേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനം നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തോഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. മാഡം സൈൻ ഞാനാണേ. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. വായിക്കുവാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷെ അത് തെളിയിക്കുവാനും നേടിയെടുക്കുവാനും ഒരു ജീവിതം തന്നെ മതിയായേക്കില്ല. സൈൻ ഇൻ ബൈ അതുല്യ. Thought of the day. Think of all the beauty still left around you and be happy and friend. Thank you. മിസ്സേ ഞങ്ങൾ ഇന്ന് സൈമൺ സേസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും അത് ഉണ്ടാവുമെന്ന്. അത് ഓർത്തോണ്ടാണ് ക്ലാസ്സിൽ കയറിയത്. അപ്പൊ പറയുകയും ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
പറയോ? ഞങ്ങൾ 5 പേര് ഇതേപോലെ നെയിംസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 പേര് ഞങ്ങള് നിക്കുവാണെങ്കിൽ മിസ് പറയാവോ? അപ്പൊ മിസ് പറഞ്ഞാ മതി. അതെ, ആര് ഔട്ടാവും എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് മോണിറ്റർ ആയിട്ട് നിൽക്കുമോ? ഞാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് അതാണ് നല്ലത്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാ മതി മിസ്സേ. മിസ് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയല്ലോ. ഞാൻ പറയണം എന്നാണോ പറയണത്? പറയുന്ന കാര്യങ്ങള്. അതെ അതെ അതെ. അങ്ങനെ മിസ് പറഞ്ഞാ മതി. അപ്പൊ ഞങ്ങൾ ലിസ്റ്റ് കുറച്ച് പേര് ഇട്ടിട്ടുണ്ടേ. അപ്പൊ അതിൽ 5 പേര് വെച്ചിട്ട് ഞങ്ങൾ സെറ്റായി നിക്കാം. അപ്പൊ മിസ് പിൻ ചെയ്ത് വെച്ചാൽ മതി ഞങ്ങളേനെ. മിസ് സൈമൺ സേസ് ഹെഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അപ്പൊ മിസ്സിനെ അറിയാലോ ആരാ ഔട്ടാവുന്നേന്ന്. അതായത് ഇപ്പൊ സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ് എന്ന് പറയുമ്പോ ഞങ്ങൾ ഹെഡിൽ ടച്ച് ചെയ്യണം. നോസ് സൈമൺ സൈസ് ചേർത്ത് പറയുമ്പോ നമ്മൾ ചെയ്യണം. മിസ് ഒരു പ്രാവശ്യം പെട്ടെന്ന് സൈമൺ സൈസ് പറയാണ്ട് ടച്ച് യുവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹെഡിൽ ടച്ച് ചെയ്ത് ഔട്ടായി. സൈമൺ സൈസ് ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടായി. പ്രതീക്ഷിക്കാത്ത ടൈമിൽ പെട്ടെന്ന് ടച്ച് യുവർ ഹെഡ് എന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ എല്ലാരും തൊട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഔട്ടാവും. ഇനി അതിൽ ആരെങ്കിലും ഒരാളെ തൊട്ടിട്ടുള്ളെങ്കിൽ അയാൾ മാത്രം ഔട്ടാവും. അങ്ങനെ എന്നാലും ഒരാള് എന്റെ കൂടെ വേണം. കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു പേടി. എനിക്കും അതാണ് മിസ്. ശ്രദ്ധിക്കാൻ ഫോളോ ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ എല്ലാവരും. മിസ്സിനാണെങ്കിൽ എല്ലാവരെയും കാണാൻ പറ്റുമോ? എല്ലാവരെയും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. ശ്രദ്ധ പലയിടത്തായി പോകും. ഞാനും വരാം. ലാസ്റ്റ് ഞാൻ ചെയ്യേണ്ടത്. അപ്പൊ വേറെ ആരെങ്കിലും നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പൊ ലുദിയ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ലുദിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ മിസ്? അല്ലെങ്കിൽ ലുദിയ മുങ്ങും? ലുദിയ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ലുദിയ അപ്പൊ ലാസ്റ്റ് ആരാണ് ഇല്ലാത്തത്? ആരൊക്കെയാ? മിസ്സേ നമ്മള് 15 പേരുണ്ട് മിസ്സേ. നമ്മളിപ്പോ ആദ്യമേ ഒരു 5 പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഓർത്തോണ്ടിരിക്കുന്നത്. അപ്പൊ മിസ്സിന് എത്ര പേരെ കാണാം നന്നായിട്ട്? എനിക്ക് 4 പേരെ ഇവിടെ പിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 4, അതിൽ കൂടുതൽ പറ്റില്ല. അപ്പൊ ആ സമയത്തിനിടയ്ക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും, എനിക്കും. അതിലും നല്ലത് ഒരാളെ ഒരു കാര്യം ചെയ്യാം മിസ്. ലുദിയയും മിസ്സും കൂടി ശ്രദ്ധിച്ചോളൂ. 3 പേര് മത്സരിക്കാം. അപ്പൊ ശരിയാവൂലേ? 4 പേരെയാണോ കാണാൻ പറ്റും? 4 പേരാകുമ്പോഴത്തേക്കും പേരല്ലേ മൊത്തം ഉള്ളത്? 13 പേരല്ലേ ഉള്ളത്? അപ്പൊ അതിനകത്ത് ലുദിയ മാറിക്കഴിയുമ്പോ 12 പേര്. അപ്പൊ 4, 4, 8, 4, 12. അപ്പൊ 4 പേരെ വെച്ച് പിൻ ചെയ്യാൻ പറ്റും. അല്ലടാ, ഒരാള് മോണിറ്ററൈസ് ചെയ്യാൻ മിസ്സിന് വേണം കൂടെ. അതായത് കാരണം എന്റെ ശ്രദ്ധ അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റിൽ വരണം, പോകാൻ പറ്റില്ല. ലുദിയേച്ചി എനിക്കിത് എൻജോയ് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിത് എൻജോയ് ചെയ്യണ്ടേ കണ്ട്. എനിക്ക് ഫ്രീ ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ പറയാം മിസ്സും ശ്രദ്ധിക്കണം ആരാണെന്ന്. ഞാൻ ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, ലുദിയെ കൂടെ ഉണ്ടാവണം കേട്ടോ, വിട്ടിട്ട് പോരുതേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യത്തെ 5 പേര് പറയാം. ആദ്യത്തെ 4 പേര്. 4 പേരല്ലേ? 4. ആദ്യത്തെ 4 പേര്. ഹസ്ന ആദ്യം പിൻ ചെയ്ത് വെക്കട്ടെ. ആദ്യം ആദ്യത്തെ 4 പേരൊന്നും പറഞ്ഞോ? പറഞ്ഞോളൂ. ബാക്കിയുള്ളവർ ക്യാമറ ഓഫ് ആക്കണം. അപ്പൊ പിൻ ചെയ്ത 4 പേര് മാത്രം മതി കേട്ടോ. പിന്നെ ഓക്കെ, അങ്ങനെ ചെയ്തല്ലോ നല്ലത്. ഞാനും ക്യാമറ ഓഫ് ആക്കാം. ഞാൻ കാണുന്നുണ്ടല്ലോ നിങ്ങളെന്നെ കേട്ടോ. ഓക്കെ. അല്ല, എന്തൊക്കെയാ പറയാൻ ഉദ്ദേശിക്കുന്നേ? അതൊക്കെ സെറ്റ് അല്ലേ? സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്, നോസ്, പിന്നെ മൗത്ത് പറയാലോ മിസ്. മൗത്ത്, സ്പീഡിൽ പറയും. കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ പറയണം. നീ മിസ് പിന്നെ സൈമൺ സൈസ് സ്റ്റാൻഡപ്പ് പറയാം.
സിറ്റ് ഡൗൺ പറയാം, ഹാൻഡ്സ് അപ്പ് പറയാം, സ്റ്റാൻഡപ്പും ഹാൻഡ്സ് അപ്പും ഒക്കെ പറയാം. പിന്നെ മിസ്സിന് ഇഷ്ടമുള്ളത് ടേൺ റൈറ്റ് ലെഫ്റ്റ് ഒക്കെ വേണോ? അതെ, സ്റ്റാൻഡപ്പ് വേണ്ട, ഞാൻ ബെഡിലിരിക്കണേന് ബെഡിൽ നിന്ന് എണീക്കേണ്ടത്. സ്റ്റാൻഡപ്പ് ഒഴിവാക്ക്, ബാക്കി ഇട്ടാ മതി. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ പറയണോ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാള് പറയോ? അതാണ് എനിക്ക് പിടികിട്ടാത്ത. മിസ് പറയണം. മിസ്സേ, സൈമൺ സൈസ് വെച്ച് പറയുമ്പോ എല്ലാവരും ചെയ്യും. സൈമൺ സൈസ് ഇല്ലാണ്ട് മിസ് പറയണം, അപ്പൊ നമ്മൾ ഔട്ട് ആവും. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവും. സൈമൺ സൈസ് വെച്ച് പറയുമ്പം എല്ലാവരും അങ്ങനെ ചെയ്യുമ്പം, സൈമൺ സൈസ് ഇല്ലാണ്ട് പറയുമ്പോ എല്ലാവരും ഔട്ട് ആവും. അങ്ങനെ ഓരോരുത്തർ ഔട്ട് ആവും. അങ്ങനെയാണ്. അനുമോളെ പേര് ടൈപ്പ് ചെയ്തിടാവോ? ട്രയൽ വേണോ? നോക്കാൻ എളുപ്പമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ലുദിയ പറയാമോ? ലുദിയ പറയാമോ എന്നെ ഏൽപ്പിച്ച കാര്യം? ഓക്കെ, എനിക്ക് പെട്ടെന്ന് പറയുമ്പോ എന്ത് പറയണം ചിലപ്പോ ഞാൻ തന്നെ ടെൻഷനായി പോകും. ഓക്കെ, അപ്പൊ ലുദിയ പറയണം കേട്ടോ. അപ്പൊ ലുദിയയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, മിസ് വെയിറ്റ് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അതെങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നോക്കിയാൽ മതി മിസ്. സൈമൺ സൈസ് ഹെഡ്, പിന്നെ എന്തൊക്കെ പറയണ്ടെന്നുള്ളതൊന്ന് പറഞ്ഞേ. സൈമൺ സൈസ് ഹെഡ്, നോസ്, ഇയർ, മൗത്ത്, ഐസ്, ചീക്സ് പറയാം. പിന്നെ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ. സ്റ്റാൻഡപ്പ് വേണ്ട. ഓക്കെ. എടാ ലുദിയക്കല്ലേ എണീക്കാൻ പറ്റാണ്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് എണീക്കാൻ പറ്റൂലേ? സ്മൈലും കൈയും ഒക്കെ ചേർക്കാം. ഓക്കെ, ലിപ്സ്. ഓക്കെ, നിങ്ങളൊന്ന് ലിസ്റ്റ് ഇട്ട് വെക്കിയതില്ലേ? ടൈപ്പ് ചെയ്യും തോന്നുന്നു പേര്. അനുമോളെ ആരൊക്കെയായിരുന്നു ഫസ്റ്റ്? എത്ര പേര്? 4 പേര്. ആദ്യത്തെ 4 പേര് ഹസ്ന, ജയശ്രീ, അനുമോൾ, ആഷിത. 4 പേര് മിസ്. മാം സ്റ്റാൻഡപ്പ് പറയല്ലേ കേട്ടോ, എനിക്ക് എണീക്കാൻ പറ്റൂല. സ്റ്റാൻഡപ്പ് ക്യാൻസൽഡ്. മിസ് ഇവരുടെ പിൻ ചെയ്ത് വെക്കാവോ 4 പേരെന്നെ? ജയശ്രീ, അനുമോള്, പിന്നെ ആരായിരുന്നു ഒരാള്? ഹസ്നനെ ചെയ്തു. ആഷിത കേറിയിട്ടുണ്ടോ? കേറിന്റെ മിസ്സേ കാണുന്നില്ലേ? കാണുന്നുണ്ട്. മൂന്ന് പേരെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. 3 പേരെ പറ്റുന്നുള്ളൂ കേട്ടോ. 3 പേര് പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 പ്രാവശ്യം ആക്കാം. 3 പേരെ വെച്ച് 4 പ്രാവശ്യം ആക്കാം. അല്ല മിസ്സേ, ഞാൻ ക്യാമറ ഓഫ് ആക്കാം. ഞാൻ പറഞ്ഞാ മതിയല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചാ മതിയല്ലോ. ക്യാമറ ഓഫ് ആക്കണോ? വേണ്ട, അത് വേണ്ട. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞവർക്ക് കാണാലോ. എനിക്ക് ഇതിലേ കാണാൻ പറ്റുന്നത് ജയശ്രീ ചേച്ചിനെയും അഷിതേനെയും അനു ചേച്ചിനെയും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഹസ്നനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. മിസ് ശ്രദ്ധിക്കണേ. ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ഒരു കാര്യം ബാക്കിയുള്ളവരും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എനിക്ക് വേണ്ടല്ലേ? എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും ഞാൻ ഔട്ട് ആവും ഉറപ്പാണ്. ഓക്കെ, പറഞ്ഞു. Ready? 1, 2, 3, start. Simon says eyes. Simon says chin. Simon says nose. Simon says head. Simon says hair. Simon says eyes. Simon says cry. Simon says happy. Simon says head. Simon says knee. Simon says hand. Simon says eyes. Simon says nose.
Simon says lips. Simon says tongue. Simon says cry. സ്റ്റോപ്പായി. അനുമോളെ സ്റ്റോപ്പ് ആയല്ലോ. ഞാൻ ഔട്ടായി ഹാറ്റെന്നാ കേട്ട മിസ്സേ. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇനി ബാക്കി കളിക്കാം. 2 പേരും. Okay. Simon says കേട്ടില്ലടാ hair. ലാസ്റ്റ്. Simon says eyes. Happy. ഹസ്ന ഔട്ട്. Okay. Kodam. Simon says eyes. Simon says head. Simon says hand. Simon says knee. Simon says lip. Simon says eyes. Happy. Ashida ഔട്ടായേ. ആരാ ഔട്ടായത്? അശ്വിത. അശ്വിത. ഓക്കെ. ഇനിയിപ്പം ജയശ്രീ ചേച്ചിയല്ലേ വരുന്നേ. ഇനി എന്താ വേണ്ടത്? ഇനി അടുത്ത സെറ്റ് എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇവരെന്നെ വെച്ച് ചെയ്താൽ മതിയോ? വിന്നേഴ്സിന് എല്ലാവരും വെച്ചിട്ട് ലാസ്റ്റ് റൗണ്ട് പോവാം. അപ്പൊ അടുത്ത റൗണ്ടിൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ. അശ്വിതും ക്യാമറ ഓഫ് ആക്കിക്കോളൂ കേട്ടോ. അടുത്ത സെറ്റ് ഒന്ന് മിസ് പിൻ ചെയ്യാവോ? ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ടോ. ഓക്കെ ഓക്കെ. എടാ അടുത്ത പേരുകളൊന്ന് പറയോ ലുദിയ മിസ്സിന് പിൻ ചെയ്യാൻ? രമ്യ കെ. രമ്യ കെ. രമ്യ കെ അല്ലേ? രമ്യ കെ എവിടെ? മിസ് പച്ച ചുരിദാർ. ഓക്കെ ഓക്കെ. ബിന്ദുജ ഉണ്ട്. ഐശ്വര്യ ധനേഷ് ഉണ്ട്. ഒരു ഹായ് തരുമോ? ഹായ്. ഓക്കെ. മിസ് കണ്ടോ? ഐശ്വര്യ ധനീഷ് ഉണ്ട്. ഐശ്വര്യ ഒരു ഹായ്. വെരി ഐശ്വര്യ. ഐശ്വര്യനെ കണ്ടില്ല. അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. എവിടെയാ? കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. കാണുന്നില്ല. ഇവിടെ മൈക്കും ഐശ്വര്യ. കാണാവൂലേ? ഇനി കണ്ടു കണ്ടു. ഓക്കെ മിസ്. ഐശ്വര്യ രാഹുൽ കാണുന്നുണ്ടോ? ഐശ്വര്യ രാഹുലാണോ? അല്ല ധനീഷ് ആണ്. വേറൊരു ഐശ്വര്യ. ഐശ്വര്യ രണ്ട് ഐശ്വര്യ ഉണ്ട് മിസ്. ഐശ്വര്യ ധനേഷ് അല്ലേ? അതെ. ഐശ്വര്യ ഒന്ന് സംസാരിച്ച് നോക്കൂ. അപ്പൊ മിസ്സിനെ പിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് ബാക്കിയുള്ളവര് നമുക്ക് നോക്കിയിട്ട് മതിയായിരിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ പോലെ കാണുന്നില്ല മിസ്. അതാണ് ഐശ്വര്യ. ഇപ്പൊ ഒന്ന് ഓണാക്കിയുടെ ഒന്നുകൂടി. മിസ് കണ്ടില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ. ഓക്കെ ഓക്കെ കണ്ടു. ഇനി രശ്മി ഉണ്ട്. രശ്മി. രശ്മി രശ്മി കുഞ്ഞുവാവ കരയുന്നുണ്ട് മിസ്. പിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല അല്ലേ? മിസ് ഞാൻ നോട്ട്സ് പിൻ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു വേറെ ഒരാളെയും കൂടെ പിൻ ചെയ്യാൻ പറ്റാത്തത്. ചിലപ്പോ നോട്ട്സിന്റെ അതെ മാം, നോട്ട്സ് പിൻ ചെയ്തുകൊണ്ടായിരിക്കുമോ? അതായിരിക്കും അല്ലേ ചിലപ്പോ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. വിളിക്കട്ടെ ഇവിടെ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ മിസ്. രമ്യനെയും ബിന്ദുജേനെയും എനിക്ക് കാണാം. എന്നെ പിൻ ചെയ്തിട്ടില്ല. ഐശ്വര്യന് ഇപ്പൊ കാണാം. ഐശ്വര്യ സംസാരിക്കുമ്പോ കാണാം. സംസാരിക്കുമ്പോ കാണാൻ പറ്റും. ഇപ്പൊ വീണ്ടും ലുദിയ കയറി വന്നിട്ടുണ്ട് സ്ക്രീനിൽ. എടാ ഈ ചിന്നും ചീക്സും പറയുന്നുണ്ടോ? അതോ എനിക്ക് ഇവിടെ ചിന്നെന്നാ കേൾക്കുന്നത് ചീക്സ് പറയുമ്പോ. മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ എല്ലാരും കാണാം മിസ്. ചിന്നാണോ പറയുന്നേ? ചിന്നാണ് പറയുന്നത്. ഇപ്പൊ ലുദിയ, ഐശ്വര്യ, ബിന്ദുജ, രമ്യ എല്ലാരും കാണാം. ഐശ്വര്യ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. വീഡിയോ ഓൺ ആക്കി. ഐശ്വര്യ രാഹുലടാ. എന്താ? ടോട്ടലി കൺഫ്യൂഷൻ. ഐശ്വര്യ രാഹുൽ വീഡിയോ ഓൺ ആക്കിയിട്ടില്ലെന്നോ?
അല്ല ഐശ്വര്യ ഡനീഷ് ഓൺ ആക്കിയിട്ടുണ്ട്, പിൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. യെസ്. മിസ്സിന് ഇപ്പൊ എത്ര പേരെ കാണാം, അതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാം, എത്ര പേര് വേണമെന്ന്. അയ്യോ മിസ് അവിടെ പോയി. എന്തൊക്കെ പറയുന്നേ? ചേച്ചി ഒന്നും കൂടി പറഞ്ഞേ. എന്താ പറഞ്ഞേ? എന്തൊക്കെ പറയുന്നേ? ഒന്നും കൂടി പറഞ്ഞേ. അത് പറയാൻ പറ്റത്തില്ല, അത് പറയാൻ പാടില്ല. അല്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലും അത് ഓർഡറിൽ പറയില്ലല്ലോ. ചിന്നാണ് പറയുന്നത്, ചീക്സ് അല്ല കേട്ടോ, ചിന്ന്. ഇന്നിപ്പോ നേരത്തെ പറഞ്ഞിരുന്നോടാ? പറഞ്ഞിരുന്നു. അയ്യോ ഞാൻ കേട്ടില്ല, ഞാൻ ചെയ്തില്ല. ഹാൻഡ് പറഞ്ഞത് ഞാൻ ഹാറ്റ് എന്നാ കേട്ടത്. ജയശ്രീ ഔട്ടാവും എന്ന് പറഞ്ഞിട്ട് ജയശ്രീയാണ് വിന്നായത്. എന്തൊക്കെയോ ഒരു തിരുമുറകൾ നടന്നിട്ടുണ്ട്. മിസ് വന്നില്ല. റോസ്മി വന്നു ഇപ്പൊ. ഞാൻ മുന്നേ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ. ആണോ? മിസ് വന്നു. 3 പേരെ പറ്റുന്നുള്ളൂ കേട്ടോ. മിസ് ആരെയൊക്കെ കാണാം? വിദ്യുത്തിനെ കാണാം, ഐശ്വര്യനെ കാണാം, രമ്യനെ കാണാം. രശ്മിനെയാണ് പിൻ ചെയ്യാത്തത്. മിസ് രശ്മിയെ ശ്രദ്ധിച്ചാൽ മതി, ബാക്കി 3 പേരെ എനിക്ക് കാണാം. പിന്നെ ബാക്കിയുള്ളവരും പറയുമല്ലോ. ഞാൻ നോക്കുന്നുണ്ട്, ഡോണ്ട് വറി. അപ്പൊ തുടങ്ങാട്ടോ. എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണോ? ഐശ്വര്യ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നമ്മൾ മ്യൂട്ട് ചെയ്യണോ? മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. കാണുന്നില്ലല്ലോ. എന്നെ കാണുന്നില്ലേ? അല്ല മിസ്സേ, രശ്മിനെ കാണുന്നില്ല, അത് പിൻ ചെയ്യാൻ പറ്റുന്നില്ല. മിസ് ഒന്ന് ശ്രദ്ധിച്ചു. മിസ് രശ്മിനെ കാണുന്നുണ്ട്, ഇപ്പൊ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. കാണുന്നില്ല. ബിന്ദുജ, ഐശ്വര്യ, രമ്യ, രശ്മി കാണുന്നുണ്ട്, ലുദിയ, മിസ്. എല്ലാരും ഓക്കെ അല്ലേ? Simon says head. Simon says hand. Simon says chin. Simon says ear. Simon says hand. Simon says knee. Simon says eyes. Simon says hand. Simon says head. Happy. ആരെല്ലാം ഔട്ടായോ? കാണുന്നില്ല കേട്ടോ. പറഞ്ഞില്ലായിരുന്നു? രമ്യ എത്ര പേര് ഔട്ടായി? മിസ് പറയൂ. രശ്മി ഔട്ടായി തോന്നുന്നു എനിക്ക്, അല്ലേ? ഞാൻ രശ്മിയെ മാത്രം. നെറ്റിന്റെ പ്രശ്നമുണ്ടോ സംശയം, കേൾക്കുന്നുണ്ടായില്ലേന്നു? ഞാനും അത് മിസ് രശ്മി ഔട്ടായോന്നൊരു സംശയമുണ്ട്. രമ്യ പോയോ? അതില്ലേ, രമ്യ ചിരിച്ചോണ്ടിരുന്നു, ഹാപ്പി ചെയ്യാൻ പാടില്ല. ഞാൻ ചിരിച്ചോ? ലുദിയ കേക്കാൻ പറ്റുന്നില്ല. അതെല്ലാവരും ചിരിച്ചടാ. അപ്പൊ ഒന്നും കൂടി ചെയ്യാം, ഒന്നും കൂടി നടത്താം അല്ലേ? എന്ത് വേണം മിസ്? ഒന്നും കൂടി ലുദിയ, ട്രയലാണ്. പിന്നെ ചെയ്തോളൂ. എല്ലാരും സ്പീഡിൽ ചെയ്യണേ. അയ്യോ, ഇവരെ ബാക്കി കാണുന്നില്ലേ? എനിക്ക് 2 പേരെ കാണുന്നുള്ളൂ കേട്ടാ, ബാക്കി എല്ലാരും കാണുന്നില്ലേ? കാണുന്നുണ്ട്. സ്പീഡിൽ ചെയ്യണേ എല്ലാരും. Simon says hand. Simon says chin. Simon says head. Simon says hand. Simon says cry. Simon says head. Simon says nose. Simon says ear. Simon says chin.
Simon says happy. Simon says cry. Simon says head. Nose. Simon says chin. Simon says ear. എന്താ പറയുന്നേ? ആരെങ്കിലും പറയുന്നുണ്ടോ? രശ്മി ഔട്ട്. ഔട്ടായോ? നോസ് പറഞ്ഞപ്പം പിടിച്ചായിരുന്നു. നോസിൽ പിടിച്ചായിരുന്നു, ടച്ച് ചെയ്തായിരുന്നു. Okay, okay. Simon says hand. Simon says head. Simon says nose. Simon says lips. Simon says chin. Happy. Simon says nose. Simon says head. Simon says knee. Simon says hand. Simon says happy. Simon says lip. Simon says hand. Simon says cry. Simon says hand. Simon says lips. Simon says knee. Simon says chin. Simon says ear. Simon says lips. Simon says hand. Simon says head. Simon says hand. Simon says lips. രശ്മി നേരത്തെ ഔട്ടായി ഉണ്ടായിരുന്നോ? ഔട്ടായതാണ്. ചെയ്തോളെ. ഔട്ടായത് അറിഞ്ഞില്ല, നെറ്റ് പോയായിരുന്നു. ഞാൻ ഔട്ടായത് അറിഞ്ഞില്ലായിരുന്നു. Simon says hand. Simon says eyes. Simon says lips. Simon says stand. Simon says sit. Simon says lips. Simon says eyes. Simon says hand. Simon says ear. ഐശ്വര്യ എന്നെ പറ്റി? ഐശ്വര്യ ചെയ്യുന്നില്ലല്ലോ. ഫോണ് മറിഞ്ഞു പോയി. അതെയാ? ഓക്കെ ഓക്കെ. ഔട്ടായി. ഇല്ല, ഔട്ടായിട്ടില്ലടാ. സൈമൺ സേസ് പറയാണ്ട് ചെയ്താലേ ഔട്ട് ആവുള്ളൂ. അതല്ല, എന്റെ ഫോണ് താഴെ പോയി. അത് ഇപ്പൊ കിട്ടിയോ ഫോണ്? ഓക്കെ, ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഹാപ്പി മാറ്റി പിടിച്ചോട്ടെ ലുദിയ, ഹാപ്പി മാറ്റി പിടിച്ചോ. Simon says head. Simon says lips. Cry. Simon says hand. Simon says nose. Simon says ear. ഐശ്വര്യ ഐശ്വര്യ സൈമൺ സേസ് നോസിന് പകരം ഇയർ ആണ് ചെയ്തത്. Simon says head. Simon says nose. Simon says ear. Simon says hand. Simon says knees. Simon says lip. Simon says ear. Simon says eyes. Happy. Simon says lips. Simon says cry. Simon says head. Eyes. Simon says hand. Simon says knee. Simon says lips. Cry. Simon says eyes. ഔട്ടാവാൻ പോയില്ലേ? അപ്പൊ രമ്യാണ് കേട്ടോ, രമ്യ ചേച്ചിയാണേ. ഇനി അടുത്ത സെറ്റ് നോക്കാം കേട്ടോ, എന്നിട്ട് ലാസ്റ്റ് നിങ്ങക്ക് കളിക്കേ. അടുത്ത സെറ്റ് നോക്കാം. മിസ് ഇവരുടെ പിന്നെ മാറ്റിക്കോളൂ കേട്ടോ, പിൻ ചെയ്തത്. അടുത്ത ആളുടെ പേര് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഐശ്വര്യ രാഹുൽ. ഒരു മിനിറ്റ്. ഓക്കെ. ഐശ്വര്യ വീഡിയോ നോക്കണേ. ഹായ് ഐശ്വര്യ എവിടെ? ഹായ് തരുന്നുണ്ടോ മിസ്? ഹായ് കണ്ടോ മിസ്? ഓക്കെ, കണ്ടു. അടുത്തത് അർച്ചന. അർച്ചന ഹായ് തരണേ. അർച്ചന രാജേഷ് അല്ലേ? അതെ മിസ്. അൻസുമോൾ.
അൻസുമോൾ ഓണാക്കിയിട്ടുണ്ട് മിസ്. ഹായ് തോന്നുന്നുണ്ട്. ഗോപിക. ഗോപി ചേച്ചി ഹായ്. ഗോപിക കിട്ടിയോ is മിസ് നായർ. 4 പേരെ? ഓക്കെ. ഗോപികനെ കിട്ടുന്നില്ല. ഗോപികനെ ഇതില് കിട്ടുന്ന ഗോപി ചേച്ചി വന്നിട്ടുണ്ടല്ലോ. എന്റെ വന്നിട്ടുണ്ട് മിസ്. എന്റെ അൻസുമോള്, ഐശ്വര്യ, ഗോപിയ ചേച്ചി, ലുദിയ, മിസ് രമ്യ പോയിട്ടില്ല. രമ്യ ഉണ്ടായില്ല. എനിക്ക് ഗോപി ചേച്ചിനെ കാണാൻ പറ്റുന്നില്ല. ബാക്കി 3 പേരെ കാണാം. മിസ് ഗോപി ചേച്ചിനെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി 3 പേരെ എനിക്ക് കാണാം കേട്ടോ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എനിക്ക് എല്ലാരും കാണാം മിസ്. ഓക്കെ. Simon says head. Simon says knee. Simon says lips. Simon says hand. Simon says chin. Simon says lips. Simon says eyes. Happy. Simon says cry. Simon says eyes. Simon says hand. Simon says head. Simon says lips. Simon says tips. Simon says near. Near. Here. Simon says chin. Simon says lips. Simon says chin. Simon says eyes. Simon says cry. Simon says head. Knee. Simon says നീ ചെയ്തോ? ആരെങ്കിലും അൻസുമോള് ചെയ്തായിരുന്നോ? ഓക്കെ. ഒരാള് പോയി മിസ്. ഗോപികനെ പിൻ ഒരു ചെയ്തേ. മിനിറ്റ്. മിസ് അപ്പൊ ഗോപി ചേച്ചിനെ ഒന്ന് പിൻ ചെയ്തോളൂ. പ്രിൻസിപ്പളിനെ മാറ്റിയിട്ട്. ഇപ്പൊ 3 പേര് മിസ്. ഓക്കെ. ഐശ്വര്യ ഓക്കെ അല്ലേ? ഐശ്വര്യ മോളോടാണെന്ന് തോന്നുന്നു മിണ്ടായിരിക്കും പറയുന്നുണ്ട്. ഓക്കെ. സ്റ്റാർട്ട്. ചേച്ചി ഓക്കെ സ്റ്റാർട്ട്. Simon says eyes. Simon says lips. Simon says hand. Simon says chin. Simon says lip. Simon says hair. Simon says hand. Simon says lips. Cry. Simon says Archana. പിന്നെ 2 പേര് മിസ്. Simon says hi. ഓക്കെ. Simon says hi. കേട്ടില്ലല്ലോ ദിയ. എന്താണ് സൈമൺ സേസ്? Simon says cry. ക്രൈ എന്ന് പറഞ്ഞു. ഓക്കെ. Simon says hand. Simon says lips. Simon says hair. Simon says nose. Simon says head. Simon says knee. Simon says hand. Lips. Simon says chin. Simon says eyes. Here. Simon says nose. Simon says ചെയ്യാൻ പോയി. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് ജയശ്രീ ചേച്ചി, പിന്നെ രമ്യ. ഓക്കെ. അപ്പൊ നമുക്ക് അവരെ 3 പേരെ ലാസ്റ്റ് ഫൈനലിസ്റ്റിന് കൊണ്ടുവരാം അല്ലേ? ഐശ്വര്യ, പിന്നെ രമ്യ, ജയശ്രീ. ജയശ്രീ. ഓക്കെ. കാണാം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ ഇവരേനൊക്കെ. റെഡി? 1 2 3 start. Simon says head. Simon says hand. Simon says lips. Simon says chin. Simon says lips. Simon says cry.
Simon says knee. Simon says hand. Lips. Simon says ആരാണ്? ഐശ്വര്യ ചേച്ചി ഔട്ടായേ. അതെ ഓക്കെ ഓക്കെ. Okay. Simon says hand. Simon says lips. Simon says hair. Simon says eyes. Simon says knee. Simon says hand. Simon says lips. Simon says eyes. Simon says hair. Simon says nose. Simon says eyes. Hand. Simon says ജയശ്രീ ചേച്ചി ഔട്ടായേ. ഹാൻഡ് എന്നാണ് കേട്ടോ, സോറി. നമ്മുടെ വിന്നർ രമ്യാണ്. എല്ലാരും കൈയടിച്ച് പാസ്സാക്കൂ. രമ്യയാണ് നമ്മുടെ വിജയി. ഇന്നത്തെ വിന്നർ രമ്യയാണ് കേട്ടോ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് സൈമൺ സേസും കളിക്കാൻ പറ്റിയല്ലേ? ചെയ്തു. അതെ മിസ്. അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് ആകാംക്ഷ ഉണ്ടായിരുന്നല്ലോ നല്ല ആര് വിന്നർ ആവുന്നുള്ളതില്. അതെ മിസ്. ഓക്കെ ഓക്കെ, എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ ഇനിയും നമുക്ക് ഇതുപോലത്തെ ഗെയിംസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ശരിക്കും ഇത് കുട്ടികൾക്ക് നല്ലൊരു ഗെയിമാണ്. ഫോക്കസ് ചെയ്യാനായിട്ട്, പറയുന്നതിനനുസരിച്ച് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റിയതാ ശരിക്കും. ഞാൻ ഇന്നലെ അയ്യോ, ലുദിയ പങ്കെടുത്തില്ലല്ലോ. ലുദിയക്ക് ഒരു ചാൻസ് കൊടുക്കണ്ടേ മിസ്? മിസ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിലിപ്പോ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു 3 പേരും കൂടെ ചേർത്ത് ലുദിയയും ചേർക്കാം. അങ്ങനെ മതി. റോസ്മി ഉണ്ടോ? റോസ്മി ഉണ്ട്. ബിൻസി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ബിൻസി പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉണ്ട്. ബിൻസി ഉണ്ട് മിസ്. ബിൻസി, ലുദിയ, റോസ്മി ലുദി ഉണ്ട്. പിന്നെ ഒരാൾ കൂടി റോസ്മിയാണോ? ഞാനും അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്യില്ലേ? ഐശ്വര്യ, രമ്യ, ജയശ്രീ 3 പേരും കൂടി ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. നോക്കിക്കോ. മാത്രമേ ഉള്ളൂ. അല്ല, അനുമോൾ പറയുവോ? ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഞാൻ പിൻ ചെയ്യട്ടെ. അയ്യോ മിസ്, എന്നെ പിഞ്ചേണ്ടി. ഇപ്പൊ ഞാൻ അൺപിന്നാക്കുവാണ്. ഐശ്വര്യനെ മോളില് കണ്ടു. അല്ല, ഐശ്വര്യയും ജയശ്രീയും നമുക്ക് 3 പേർക്കും വീഡിയോ ഓഫ് ആക്കാം. ഓക്കെ. ആരാ പറയുന്നേ? അനുമോള് പറയാന്നാ പറഞ്ഞ മിസ്. അനുമോളെ ഇടക്കിടക്ക് പറഞ്ഞു. ഞാനൊന്ന് പിൻ ചെയ്യട്ടെ. ബിൻസി, ഓക്കെ. ബിൻസി വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. Simon says head. Simon says nose. Simon says hand. Simon says eyes. അല്ല നിക്കട്ടെ മിസ്, ഒരാള് ഹാൻഡും ഒരാള് ഐയും ആണ് ചെയ്തേക്കണേ. പോയി ആണോ? എങ്ങനെയാടാ? അല്ലടാ, അത് ഹാൻഡ് എന്നാണ് കേട്ടത്. ഇവിടെയും കേട്ടത് ഞാൻ ഹാൻഡ് ഐസ് എന്നല്ല കേട്ടത്. അപ്പൊ ഒന്നുകൂടി ചെയ്യാം. ഒന്നുകൂടി. ഓക്കെ, അത് ട്രയൽ. ഓക്കെ, ചെയ്തോളൂ. ബാക്കി എല്ലാരും അൺമ്യൂട്ട് ആക്കിക്കോളണേ, ക്ലിയർ ആവണില്ല. Simon says hand. Simon says eyes. Simon says ears. Simon says chin. Simon says cheek. Simon says hair. ക്ലിയർ ആവണില്ല കേട്ടാ. മനസ്സിലാവുന്നില്ല എന്താ പറഞ്ഞത്? നീയാണോ പറഞ്ഞത്? ഇയർ ആണോ? ചിൻ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ?
ചീക്ക് ചീക്ക് ചീക്ക്. ടീത്താണോ പറഞ്ഞേ? ടീത്താണോ ചീക്കാണോ? ചീക്ക് ചീക്ക്. Simon says yes. Simon says cry. Simon says happy. Head. ബിൻസി ഓക്കെ ഔട്ടായി. ഓക്കെ. ഇനി ലുദിയ റോസ്മി. Simon says head. Simon says eyes. Simon says nose. Simon says lip. Ears. Simon says eyebrow. Simon says eyes. Head. Ludia. ലുദിയ ചെറുതായിട്ടും തൊടാൻ പോയി. ഇത്രേ ഉള്ളൂ. Rosmi. റോസ്മി. ഓക്കെ. ഓക്കെ അല്ലേ മിസ്? എൻജോയ് ചെയ്തില്ലേ? ഓക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്ലാസ്. എല്ലാവർക്കും കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും. അതെ, പങ്കെടുത്ത എല്ലാവർക്കും. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു 15 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ ഞാനൊന്ന് PDF എടുത്തിട്ട് കേട്ടോ, വെയിറ്റ് ചെയ്യണേ. ഓക്കെ മിസ്. പനിയൊക്കെ പോയി ഗെയിം കഴിഞ്ഞപ്പോഴേക്കും. എപ്പോഴും ഗെയിം കളിച്ചാൽ മതി, അസുഖങ്ങളൊക്കെ എനിക്ക് പൊക്കോളും. ഗെയിം അറിയത്തില്ലായിരുന്നടാ. അതെയോ? സാരില്ല. മിസ്സിനെ കാണുന്നില്ലല്ലോ. മിസ് വന്നു. മിസ് വന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാട്ടോ. ഓക്കെ, എന്നാലേ മനസ്സിലാവുള്ളൂ എന്താണെന്ന്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഓരോ ഡിഫൻസ് മെക്കാനിസം ആയിട്ടും പഠിച്ചു തുടങ്ങാം. ഓക്കെ അല്ലേ? കുറച്ച് സമയമുള്ളൂ. അപ്പൊ ആദ്യത്തെ ഇത് കോമ്പൻസേഷൻ ആണ്. ജസ്റ്റ് നിങ്ങൾ ആദ്യം കോമ്പൻസേഷൻ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? കോമ്പൻസേഷൻ എന്താ മലയാളം മീനിങ്?
കേട്ടിട്ടുണ്ടാവുമല്ലോ, കോമ്പൻസേഷൻ വേണമെന്ന് അല്ലേ? നഷ്ടപരിഹാരമാണോ മിസ്സേ? നഷ്ടപരിഹാരം എന്ന് പറയും അല്ലേ? നഷ്ടപരിഹാരം, അതാണ് കോമ്പൻസേഷൻ. അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ അത് ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം. When an individual makes an attempt to compensate for a deficiency by directing his energies to some other aspects of his personality in which no deficiency exists, he is using the mechanism of compensation. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് കോമ്പൻസേഷൻ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണത്, അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണത് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വളരെയധികം, അതായത് ചുരുക്കി പറയുവാണെങ്കിൽ, അക്കാദമിക് ലെവലില് മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടി സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു, അതൊരു കോമ്പൻസേഷൻ ആണ് അല്ലേ? കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട്. ഏതെങ്കിലും ഒരു മേഖലയില് പരാജയപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു മേഖലയില് വിജയം കണ്ടെത്തുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി ചിലപ്പോൾ പഠിക്കാനായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കാം അല്ലെ? വളരെ മാർക്ക് കുറവായിരിക്കാം, എല്ലാവരെക്കാളും മാർക്ക്, ഏറ്റവും ലോവസ്റ്റ് മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയായിരിക്കാം. പക്ഷേ ആ കുട്ടി സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു, സ്കൂളിൽ നിന്ന് ജയിച്ച് ഉപജില്ലയിൽ പങ്കെടുക്കുന്നു, ജില്ലാടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നു, സ്റ്റേറ്റ് ലെവലിൽ പോകുന്നു, അതുപോലെ നാഷണൽ ലെവലിൽ വിൻ ചെയ്യുന്നു. അപ്പൊ അവിടെ ആ കുട്ടിയുടെ കുറവ് എന്താവുകയാണ്? നികത്തപ്പെടുവാണ്. അവിടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരന്റ്സോ ഒന്നും ആ കുട്ടിയുടെ കുറവുകളെ കുറവായിട്ട് കാണുന്നില്ല. കാരണം അതിലും മികച്ചൊരു പ്രകടനമാണ് എന്തിൽ കാഴ്ചവെക്കുന്നത്? സ്പോർട്സിൽ കാഴ്ചവെക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്, പാഠഭാഗങ്ങളിൽ വളരെയധികം വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടി സ്പോർട്സിൽ, അതായത് കളികളിൽ ഏർപ്പെടുന്നത് കോമ്പൻസേഷൻ ആണ്. അതേപോലെ തന്നെ വളരെയധികം ഭയങ്കരമായിട്ട്, അതായത് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിൽക്കാനും സംസാരിക്കാനും ഭയങ്കരമായിട്ട് ടെൻഷനും സ്റ്റേജ് ഫെയർ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള കുട്ടികൾ നന്നായി ഡ്രോയിങ് ചെയ്യുന്നത്, നന്നായിട്ട് പടം വരയ്ക്കുന്നത് ഈ കോമ്പൻസേഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ അതായത് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, ശാരീരികപരമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുട്ടികള് എഴുത്ത്, വായന പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ തിളങ്ങുന്നത്, അവരുടേതായിട്ടുള്ള ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എഴുതുന്നത്, വായനയുടെ ലോകം സൃഷ്ടിക്കുന്നത്, അതും കോമ്പൻസേഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ മാത്സിൽ വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടി സയൻസിൽ കൂടുതൽ എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ്? കോമ്പൻസേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോ നമ്മൾ അങ്ങനെയല്ല മിസ്, ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള ഇത് കഴിവ് കൂടുതലായിട്ട് കാണാറുണ്ട്. നമ്മുടെ നമ്മുടെ MP 14 ബാച്ചില് ചൈൽഡ് വെൽഫെയർ എന്നുള്ള ഒരു ലെസൺ ആണ് എടുത്തത്. അതിനകത്ത് പറയുന്നുണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് പറയുന്നുണ്ട് അല്ലെ, കുറെ അധികം വൈകല്യങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ ഞാൻ ആ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, എന്തെങ്കിലും കുറവുകൾ ഉള്ള ഒരു കുട്ടിക്ക് എക്സ്ട്രാ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകും. ഇപ്പൊ കേൾവി വൈകല്യം ഒരു കുട്ടിക്ക് കാഴ്ചശക്തി കൂടുതലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ കുട്ടിക്ക് കൂടുതലായിട്ട് ഉണ്ടാകും, എക്സ്ട്രാ കഴിവുകൾ ഉണ്ടാകും. മിസ്, ഇവിടെ ഹസ്ബൻഡിന്റെ ചേട്ടൻ സംസാരിക്കൂല മിസ്, സംസാരിക്കാനും അതേപോലെ തന്നെ കേൾവി ശക്തിയും ഇല്ല. പക്ഷെ ബാക്കി എല്ലാ കഴിവും ഉണ്ട് ആൾക്ക്, ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ, അതേപോലെ മോട്ടർ, ബാക്കി എല്ലാ കഴിവുകളും ഉണ്ട്. സംസാരിക്കൂല, അതേപോലെ എന്താ പറയാ, കേൾക്കൂല, ഇത് രണ്ടും ഇല്ല മിസ്. പക്ഷെ ബാക്കി കുറെ കഴിവുകളുണ്ട് ചേട്ടന്. മിസ്സേ, ഇത് ഈ ഓട്ടിസം വന്ന കുട്ടികൾ പാട്ട് പാടാനുള്ള കഴിവൊക്കെ ഉണ്ടാവത്തില്ലേ? നന്നായിട്ട് അവര് പാട്ട് പാടും. ആ പാട്ട് വേറെ ഒന്നും അവർ ഓർക്കത്തില്ല, പക്ഷെ ആ പാട്ടിന്റെ വരികളും ഈണങ്ങളും എല്ലാം അതിന് നല്ല കാണാപ്പാടായിരിക്കും. അതൊക്കെ ശരി, ശരിയാണ്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. എന്തെങ്കിലും കഴിവുകൾ അവർക്ക് ഉണ്ടാകും. നമ്മളത് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടെത്തി, എന്താണ് അവരുടെ കഴിവുകൾ, അത് കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് ടീച്ചേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ബാക്ക്വേർഡ് ഒരിക്കലും ഒരു പുറകോട്ട് നിർത്താനായിട്ട് പാടില്ല. കുറവുകളുള്ള ചില കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് സാധാരണ കുട്ടികളുടെ കൂടെ ഇരുത്തുന്ന സമയത്ത്
ഈ കുട്ടികൾ, അതായത് കോമൺ ആയിട്ടുള്ള ചിൽഡ്രൻസ് ചിലപ്പോൾ ഇവരെ കളിയാക്കാറൊക്കെ ഉണ്ടാകും. കളിയാക്കുക, ഒറ്റപ്പെടുത്തുക, അല്ലെ, പരിഹസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഒറ്റപ്പെടൽ തോന്നും. അപ്പൊ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ ശരിക്കും പറഞ്ഞാൽ അത് അടിച്ചമർത്താണ് ചെയ്യുന്നത്, പുറത്തേക്ക് വരില്ല. മറിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മെന്റൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്, അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. കുറേയധികം ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഇവരെ സാധാരണ കുട്ടികളെ പോലെ തന്നെ ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് വഴി കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആകും. അവർ പെട്ടെന്ന് പഠിച്ചെടുക്കും, ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഈ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകാം, എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകാം. പക്ഷെ ആ കുറവ് നിങ്ങൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം. ഒന്ന് ഓർത്തു നോക്കി, എന്തെങ്കിലും ഉണ്ടോന്ന് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോന്ന്. ഞാൻ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് കേട്ടോ. അതായത് ഇപ്പോ ഈ മോണ്ടിസോറി ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നത്. പിന്നെ ഞാൻ PSC ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അന്നേരവും എനിക്ക് അത് നമ്മളോടുള്ള കുട്ടികൾ തന്നെയാണ്, പക്ഷെ എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിട്ടാണ് ഞാനത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഓരോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇതിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ LKG മുതൽ ഡിഗ്രി ലെവൽ വരെ പഠിച്ചിട്ട് പോലും ഞാൻ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല, ഒന്നിലും. പക്ഷെ ഞാൻ വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും. ഞാൻ റെക്കോർഡ് വരച്ചു കൊടുക്കും എല്ലാവർക്കും. റെക്കോർഡ്, ഞാൻ സയൻസ് ആയിരുന്നു, അപ്പൊ ഞാൻ റെക്കോർഡ് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്നോട് +2 ഒരു മാം, സുവോളജി മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇങ്ങനെ ഒതുങ്ങി കൂടുന്നേ, കഴിവുണ്ടെങ്കിൽ എന്താ അത് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാത്ത, ഡ്രോയിങ് കോമ്പറ്റീഷന് പങ്കെടുക്കാത്ത എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു അനുഭവം ഞാൻ പറയാണ്, മിസ് ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു തവണ ഞാൻ ഇവിടെ ഒരു നഗറിലെ പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറി പോയം ചൊല്ലാൻ നേരത്ത് 2 ലൈൻ പാടിയപ്പോഴത്തേക്ക് സ്റ്റോപ്പ് അങ്ങ് വിറച്ച്, അതായത് നമ്മുടെ മെബിയ നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഞാനത് മറന്നുപോകും, ആ വരികളെല്ലാം മറന്നുപോയി അങ്ങ് സങ്കടപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു തവണയാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്, ഒറ്റ തവണ. പക്ഷെ എനിക്ക് ഇപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. മോണ്ടിസോറി എന്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയതാണ്. എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പോഴും അവര് തന്നെ മോട്ടിവേഷൻ തരും, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ചേച്ചി, അത് ചെയ്യണം ചേച്ചി, ഇത് ചെയ്യണമെന്ന്. പക്ഷെ അത് എനിക്കൊരു വലിയ ഇതാണ്. ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുന്നു, എന്റെ ഈ ഗ്രൂപ്പിലെ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും. പഠിച്ചില്ലേ മെതിയനെ കൊണ്ട് പാട്ട് പഠിച്ചില്ല? മെതി ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? നീ ഇന്ന് കേറിയിട്ടില്ലെന്ന് തോന്നുന്നു. മെതിയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും എനിക്ക് പാട്ട് പാടി തന്നെ. അടുത്ത ക്ലാസ്സിൽ ഉണ്ടോ നോക്കാം, എന്നിട്ട് പാട്ട് പാടിപ്പിക്കാം. അന്ന് പറയുന്നുണ്ടായിരുന്നു മാം. എന്താണ് അന്ന് പറയുന്നുണ്ടായിരുന്നോ, മറ്റേ ബുധനാഴ്ച എപ്പ വരുന്നോ അപ്പൊ എനിക്ക് എന്തോ ഹാർട്ട് മെഴുത്തും പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. മിസ് പാട്ട് പാടാൻ പറ്റില്ലായിരുന്നോ, അതുകൊണ്ട്. ഓക്കെ, അപ്പോ നമ്മള് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഡിഫൻസ് മെക്കാനിസം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ടാലും മറ്റൊന്നിൽ നമ്മൾ വിജയിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ആശ്വാസം ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മേഖലയിൽ പരാജയപ്പെടുകയും മറ്റൊരു മേഖലയിൽ വിജയം കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മാം. ഇത്തരത്തിൽ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കോമ്പൻസേഷൻ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. Okay, Miss. Good afternoon, Miss. Good afternoon, all. Today we are conducting science game. This game was very interesting and funny. All participants are good. Especially thanks for Lydia and Anamol. They are anchoring this game and then continuing the chapter defense mechanism
Today's the question is compensation. Very informative class. Thank you, Miss. Thank you all. താങ്ക് യു മിസ്. താങ്ക് യു ഹൗവ. ക്ലാസ്സിൽ നമുക്ക് Thank you, ma'am. പലതരത്തിലുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഒരെണ്ണം എടുക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യണം കേട്ടോ. ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഓക്കെ ഓക്കെ മിസ്. ഷുവർ മിസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ Thank you, miss. Okay, thank you, ma'am. Thank you, miss. താങ്ക് യു. Thank you all. താങ്ക് യു മാം.